നമസ്കാരം, എല്ലാവർക്കും ടെല്ല പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 5 പാർട്ട് നിങ്ങൾ കണ്ടു. അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിലെ ജയിൽ വകുപ്പിന്റെ ഘടന കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ നോക്കൂ, കഴിഞ്ഞ ദിവസം 49ാമത്തെ സെക്ഷൻ വരെ അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം എത്രാമത്തെ സെക്ഷൻ വരെ പഠിച്ച കുട്ടികളെ? 49ാമത്തെ സെക്ഷൻ വരെ നമ്മൾ പഠിച്ചു. 49 വരെ പഠിച്ചു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 49ാമത്തെ സെക്ഷൻ വരെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് എന്തായിരുന്നു 49ാമത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചത്? വിദേശ തടവുകാരെ കുറിച്ചാണ് നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചാപ്റ്റർ 12 ആണ്. നമുക്കറിയാം, ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിൽ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ടിനകത്ത് നോക്കൂ, 102 വകുപ്പുകളും 20 ചാപ്റ്ററുമാണുള്ളത്. നമ്മൾ 12ാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇന്ന് പോകുന്നത്. പ്രിസണിലെ സന്ദർശകർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രിസണിൽ സന്ദർശകർ എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായും ഉണ്ട്, അനൗദ്യോഗികമായും ഉണ്ട്. ക്ലിയർ ആണ്? ഒഫീഷ്യലും അല്ലെ അൺഒഫീഷ്യലും ഉണ്ട്. അതിലെ സന്ദർശകരുടെ പാനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് 50ാമത്തെ സെക്ഷൻ. എന്താണ് ഈ സന്ദർശകരുടെ പാനൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഗവൺമെന്റ് വിജ്ഞാപനം വഴി. അപ്പൊ ആദ്യത്തെ പോയിന്റ്, ഗവൺമെന്റ് വിജ്ഞാപനം വഴി എന്ത് ചെയ്തു? ഓരോ പ്രിസണിലും അത്തരം ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സന്ദർശകരുടെ ഒരു പാനൽ വ്യക്തമാക്കണം. ഔദ്യോഗികമായിക്കോട്ടെ അനൗദ്യോഗികമായിക്കോട്ടെ ഒരു പാനൽ വ്യക്തമാക്കണം. മാത്രമല്ല, സന്ദർശകരുടെ ഒരു പാനൽ വ്യക്തമാക്കണം. പ്രിസൺ സന്ദർശിക്കേണ്ട കാലയളവും അത്തരം സന്ദർശനത്തിന്റെ ഇടവേളയും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കണം. അപ്പോൾ ഈ പ്രിസൺ സന്ദർശിക്കണം. പ്രിസണിൽ എന്തൊക്കെ കുഴപ്പമുണ്ട്? ഒരു പ്രിസണിന്റെ തലവനാണ് ജയിൽ സൂപ്രണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഈ ജയിൽ ഭരണം എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു പാനലിനെ നിയോഗിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? ഈ സന്ദർശകർ നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുകയും ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യണം. ഈ സന്ദർശകർ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള അവരുടെ അധികാരങ്ങൾ ഉപയോഗിക്കുകയും എന്ത് ചുമതലകളാണോ അവർക്ക് കൊടുത്തത് അത് ഉപയോഗിക്കുകയും അത് ചെയ്യേണ്ടതാണ്, നിർവഹിക്കുകയും ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. അടുത്ത്, ഓരോ സന്ദർശകനും അപ്പൊ ജയിലിനകത്ത് സന്ദർശിക്കുന്നു. അപ്പൊ സന്ദർശിച്ചിട്ട് എന്തൊക്കെ നിരീക്ഷണങ്ങൾ അവർ അവിടെ കണ്ടു? എന്താണ് കുട്ടികളെ? എന്തൊക്കെ നിരീക്ഷണങ്ങൾ അവർ അവിടെ കണ്ടു? നോക്കൂ, ജയിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സന്ദർശക പുസ്തകത്തിൽ തന്റെ സന്ദർശനത്തിന്റെ തീയതിയും സമയവും താൻ നൽകാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായവും. അപ്പോൾ ഈ സന്ദർശക പുസ്തകമുണ്ട്. താൻ അവിടെ ജയിലിൽ വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ നിരീക്ഷിച്ചത്, എന്തൊക്കെയാണ് അവിടെ നിരീക്ഷിച്ചതെന്ന് കൃത്യമായിട്ട് അറിയണം. താൻ നൽകാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായവും നിർദ്ദേശവും രേഖപ്പെടുത്തണം. താൻ എന്ത് അഭിപ്രായവും നിർദ്ദേശവുമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ അറിയിക്കണം. മാത്രമല്ല, സന്ദർശകന്റെ സ്വന്തം കൈയക്ഷരത്തിൽ വേണം സന്ദർശക പുസ്തകത്തിൽ ഉൾക്കുറിപ്പുകൾ രേഖപ്പെടുത്താൻ. മനസ്സിലായോ? അപ്പൊ സന്ദർശകൻ അവിടെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് അതിൽ കയ്യൊപ്പിട്ട് വേണം പറയാനായിട്ട് എന്തൊക്കെ നിരീക്ഷണങ്ങൾ നമ്മൾ ഈ ജയിൽ ഭരണത്തിൽ കണ്ടു. ഇപ്പൊ തടവുകാരുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുന്നു, തടവുകാർ കിടക്കുന്ന സ്ഥലത്ത് നോക്കുന്നു, തടവുകാരെ സെല്ലിൽ കൊണ്ടുപോകുന്ന രീതി നോക്കുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ രീതികളും പെരുമാറ്റവും ഒക്കെ നിരീക്ഷിക്കുന്നു. ഇതൊക്കെ അവിടുത്തെ സന്ദർശക പുസ്തകത്തിൽ ഇദ്ദേഹം എഴുതേണ്ടതാണ്. സൂപ്രണ്ട് സന്ദർശകൻ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളുടെ ഒരു പകർപ്പും താൻ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും. അപ്പൊ സൂപ്രണ്ട് എന്ത് ചെയ്യണം? ഈ സന്ദർശകൻ എന്തൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ട് പോയി അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം താൻ അദ്ദേഹം രേഖപ്പെടുത്തിയ നിഗമനങ്ങളിൽ എന്ത് നടപടിയെടുത്തു, അദ്ദേഹം രേഖപ്പെടുത്തിയ നിഗമനങ്ങളിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം? അത് ഡയറക്ടർ ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഡയറക്ടർ ജനറൽ ആരാണ്? ജയിലിന്റെ തലവനാണ് DG എന്ന് പറയുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഈ സന്ദർശകൻ പറഞ്ഞിട്ടുള്ള ഈ നിഗമനങ്ങളിൽ ഞാൻ എന്ത് നടപടി എടുത്തു എന്നുള്ളത് അയച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഉചിതമായ തുടർ നടപടി സ്വീകരിക്കാം. അപ്പൊ DGക്ക് എന്ത് ചെയ്യാം? ഇദ്ദേഹം അയച്ചു കൊടുത്ത നടപടികൾ വായിച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടി എന്താണോ അതും ചെയ്യാം. ഇതാണ് സന്ദർശകരുടെ പാനൽ. അപ്പൊ ജയിലിന്റെ ഒഫീഷ്യൽ വിസിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 50ാമത്തെ സെക്ഷൻ. മനസ്സിലായോ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ ആണോ? മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷൻ നോക്കൂ, സെക്ഷൻ 13ലേക്ക് പോകുന്നു. തടവുകാരുടെ തൊഴിൽ.
നമുക്കറിയാം ജയിലിൽ തടവുകാരെ പലതരത്തിലുള്ള തൊഴിലുകളിൽ നിയോഗിക്കപ്പെടും അല്ലെ. തടവ് തന്നെ നമുക്ക് രണ്ട് വിധത്തിലുണ്ട്, സാധാരണ തടവും കഠിന തടവും ഉണ്ട്. അതിൽ ഈ തടവുകാരുടെ തൊഴിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ പറയാം? അവിടെ സെക്ഷൻ 51 പൊതുവായ വ്യവസ്ഥകൾ എന്ന് പറയാം. എന്തൊക്കെയാണ്? ഒന്ന്, വിവിധ കോടതികൾ കഠിന തടവിന് ശിക്ഷിച്ച തടവുകാരുടെ ശിക്ഷാവിധി നടപ്പാക്കുന്നതിനായി അത്തരം ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിച്ചിട്ടുള്ള എല്ലാ ജയിലുകളിലും തടവുകാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ തടവുകാർക്കും തൊഴിൽ നൽകുന്ന സൗകര്യം എല്ലാ ജയിലുകളിലും ഉണ്ടാകണം, പ്രത്യേകിച്ച് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക്. അപ്പൊ തടവുമുണ്ട്, സാധാരണ തടവുമുണ്ട്, കഠിന തടവുണ്ടെങ്കിലും കഠിന തടവിന് കഠിനമായ ജോലിയോട് കൂടിയുള്ള തടവ് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള തൊഴിൽ, അവർക്ക് പറ്റിയ തൊഴിലുകൾ അതിനകത്ത് ചെയ്യിപ്പിക്കണം. അത്തരം ജയിലുകളിൽ ഈ തടവുകാർക്ക് അർത്ഥവത്തായ ജോലി നൽകുന്നതിന് ഉചിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവർക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകണം. തൊഴിൽ ചെയ്യാനോ പ്രാപ്തരാക്കുന്നതിനോ നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന തൊഴിലധിഷ്ഠിത പരിശീലനം നൽകണം. ഇപ്പോൾ എല്ലാ തൊഴിലും ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അതിനായിട്ടുള്ള തൊഴിലധിഷ്ഠിത പരിശീലനം നൽകി അവരെ കൊണ്ട് എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യിപ്പിക്കണം, തൊഴിൽ എടുപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ തടവുകാർക്കും അവർക്ക് അനുസൃതമായ തൊഴിൽ അവിടെ നൽകേണ്ടതാണ് എന്നിവിടെ പറയുന്നുണ്ട്. അടുത്തത്, അർഹമായ കേസുകളിൽ. ഇനി നമ്മൾ ഈ പറഞ്ഞ എന്താണ്? അർഹമായ കേസുകളിൽ പുരുഷ വനിതാ തടവുകാർക്ക് ഉചിതമായും വെവ്വേറെയുമുള്ള ജോലികൾ നൽകേണ്ടതാണ്. മനസ്സിലായോ? ഇപ്പൊ തടവുകാർക്ക് പുരുഷ തടവുകാരുമുണ്ട്, വനിതാ തടവുകാരുമുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ശാരീരിക അല്ലെങ്കിൽ ആരോഗ്യത്തിനനുസരിച്ച് പുരുഷ തടവുകാർക്ക് ഒരു ജോലി, വനിതാ തടവുകാർക്ക് മറ്റൊരു ജോലി. പിന്നെ ലഘു തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പുനരധിവാസ ആവശ്യകതകൾക്കനുസരിച്ച് കൂലി സമ്പാദിക്കാൻ പ്രാപ്തരാക്കുന്നതിന് അവരുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ ജോലി നൽകണം. അപ്പൊ ഇനി സാധാരണ തടവുകാർക്കാണെങ്കിൽ അവർക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള തൊഴിൽ കൊടുക്കണം. മനസ്സിലായില്ലേ? അവരുടെ അഭ്യർത്ഥന പ്രകാരമുള്ള ജോലിയും കൊടുക്കണം. പക്ഷെ കഠിന തടവിന് അങ്ങനെയല്ല. കഠിന തടവിന് കഠിനമായിട്ടുള്ള ജോലികൾ ജയിൽ വകുപ്പ് നിയോഗിച്ച് നൽകുമെന്നറിയണം. ഇവിടെയാണെങ്കിൽ എന്താ പറയുന്നത്? ഇവിടെ അവരുടെ അഭ്യർത്ഥന പ്രകാരമുള്ള അവർക്ക് പുനരധിവാസത്തിനായിട്ടുള്ള കൂലി സമ്പാദിക്കാൻ കണക്കിനുള്ള എന്ത് ചെയ്യണം? ജോലി നൽകണമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 14, അധ്യായം 14ലേക്ക് പോകുന്നു. തടവുകാരുടെ ആരോഗ്യവും വ്യക്തി ശുചിത്വവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തടവുകാരുടെ ആരോഗ്യവും വ്യക്തി ശുചിത്വവും നോക്കാം. രോഗികളായ തടവുകാർക്ക് വൈദ്യസഹായം. അപ്പോൾ അവിടെ അറിയേണ്ടത് രോഗികളായുള്ള തടവുകാർക്ക് വൈദ്യസഹായം എന്നാണ് നമ്മൾ 58ാമത്തെ സെക്ഷനിൽ പറയുന്നത്. നോക്കൂ, തടവുകാരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഈ തടവുകാരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? വൈദ്യസഹായം ആവശ്യമുള്ള തടവുകാരുടെ പേരുകൾ യാതൊരു കാലതാമസവും ഇല്ലാതെ സൂപ്രണ്ടിനെ അറിയിക്കേണ്ടതാണ്. അപ്പൊ മറക്കരുത്, തടവുകാരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? വൈദ്യസഹായം ആവശ്യമുള്ള തടവുകാരുടെ പേരുകൾ യാതൊരു കാലതാമസവും ഇല്ലാതെ സൂപ്രണ്ടിനെ അറിയിക്കണം എന്ന് മറക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെഡിക്കൽ ഓഫീസർ അവിടെ ഉണ്ടല്ലോ, മെഡിക്കൽ ഓഫീസർ ഉണ്ട്, എന്നാലും സൂപ്രണ്ടാണ് ജയിലിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യമാണ് വൈദ്യസഹായം. ആർക്കൊക്കെ വൈദ്യസഹായം ആവശ്യമാണോ അവരുടെ പേരുകൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അറിയിക്കണം സൂപ്രണ്ടിനെ. സൂപ്രണ്ട് എന്ത് ചെയ്യണം? മാനസികമോ ശാരീരികമോ ആയ അവസ്ഥയിൽ മെഡിക്കൽ ഓഫീസറിന്റെയോ മെഡിക്കൽ സബോർഡിനേറ്റിന്റെയോ ശ്രദ്ധ ആവശ്യമെന്ന് തോന്നുന്ന ഏതൊരു തടവുകാരൻ്റെ കാര്യത്തിലും യാതൊരു കാലതാമസവുമില്ലാതെ മെഡിക്കൽ ഓഫീസറുടെയും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഈ സൂപ്രണ്ട് ഈ മാനസികമായിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിക്കോട്ടെ ആയ അവസ്ഥയിൽ മെഡിക്കൽ ഓഫീസറിന്റെയോ മെഡിക്കൽ സബോർഡിനേറ്റിന്റെയോ ശ്രദ്ധ ആവശ്യമെന്ന് തോന്നുന്ന തടവുകാരൻ്റെ. അപ്പോൾ മെഡിക്കൽ ഓഫീസറിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഓഫീസറിന്റെ അടുത്ത് എന്ത് ചെയ്യണം? ശ്രദ്ധ ക്ഷണിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് സൂപ്രണ്ട് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? മെഡിക്കൽ ഓഫീസറിന്റെ ശ്രദ്ധയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതിനുശേഷം അത്തരം ഏതെങ്കിലും തടവുകാരന്റെ ചിട്ടയിലോ ചികിത്സയിലോ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസറോ മെഡിക്കൽ സബോർഡിനേറ്റോ നൽകുന്ന എല്ലാ രേഖാമൂലമുള്ള നിർദ്ദേശവും നടപ്പിലാക്കണം. ഇനി മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചിട്ട് പറയുകയാണ് ഇയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നടുത്ത് അഡ്മിറ്റ് ചെയ്യണമെന്നോ ഇന്ന ചികിത്സ കൊടുക്കണമെന്നോ ഇന്ന ജോലി ചെയ്യിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്താണോ മെഡിക്കൽ ഓഫീസർ അവിടെ പറയുന്ന കൺക്ലൂഷൻ, അത് കൃത്യമായിട്ട് സൂപ്രണ്ട് അവിടെ നടപ്പിലാക്കണം എന്നിവിടെ പറയുന്നുണ്ട്. സൂപ്രണ്ട് അവിടെ നടപ്പിലാക്കണം. ക്ലിയർ ആണല്ലോ? നടപ്പിലാക്കണം. ഇനി മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങളുടെ രേഖ. അപ്പോൾ സെക്ഷൻ 59 മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങളുടെ രേഖ.
മരുന്നുകൾ നൽകുന്നതിനുള്ള ഉത്തരവുകളോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ സ്വയമേയോ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലോ നടപ്പിലാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളോ ഒഴികെ ഏതെങ്കിലും തടവുകാരനുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനി മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങൾ രേഖ നൽകാൻ മെഡിക്കൽ ഓഫീസർ എന്താ പറയുന്നത് പരിശോധിച്ചതിന് ശേഷം ഇയാൾക്ക് ഇന്ന മരുന്നുകൾ കൊടുക്കണം, ഇയാൾക്ക് ഇന്നാലെ ഫുഡ് കൊടുക്കണം, എന്താണോ മെഡിക്കൽ ഓഫീസർ അവിടെ നിർദ്ദേശിക്കുന്നത് അതാണ് പറഞ്ഞത്. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങളുടെ രേഖ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ നൽകുന്നതിനുള്ള ഉത്തരവുകളായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ സ്വയമേ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലോ നടപ്പിലാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ ഒഴികെ ഏതെങ്കിലും തടവുകാരനുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസറെ മെഡിക്കൽ സബോർഡിനേറ്റ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ദിവസവും തടവുകാരൻ്റെ ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ തടവുകാരൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന പുസ്തകമാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് രേഖപ്പെടുത്തണം തടവുകാരന് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ടിക്കറ്റിൽ അവിടെ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തേണ്ടതാണ്. ഹിസ്റ്ററി ടിക്കറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റ് രേഖകളിലോ രേഖപ്പെടുത്തണം. അയാൾക്ക് കൊടുത്തിട്ടുള്ള മരുന്നുകളും എന്താണ് ചികിത്സ, മുന്നോട്ടുള്ള ചികിത്സാ നടപടികൾ എന്നുള്ളത് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ് എന്നിവിടെ പറയുന്നു. കൂടാതെ ഓരോ നിർദ്ദേശത്തെയും സംബന്ധിച്ച് അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വസ്തുത സൂപ്രണ്ടിന് ഉചിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും നിരീക്ഷണങ്ങളോടും ഉൾക്കുറിപ്പിൻ്റെ തീയതിയോടും കൂടി അതിൻ്റെ ശരിയായ സ്ഥാനത്ത് ഒരു എൻട്രി ഉണ്ടാക്കുകയും ഏർപ്പാടാക്കുകയും ചെയ്യുകയും വേണം. അപ്പോൾ ഇനി സൂപ്രണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഈ മെഡിക്കൽ ഓഫീസർ നമ്മൾ എന്താ ഈ ഹെഡിങ് പറഞ്ഞത്, മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങളുടെ രേഖ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ ഇയാളുടെ മരുന്നുകളും ഇയാളുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ കൂടെ ഹിസ്റ്ററി ടിക്കറ്റിൽ രേഖപ്പെടുത്തുന്നു. അടുത്ത് ഈ മെഡിക്കൽ സബോർഡിനേറ്റ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ദിവസവും തടവുകാരൻ്റെ എവിടെ രേഖപ്പെടുത്തണം, ഹിസ്റ്ററി ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം, മറ്റ് രേഖകളിലോ രേഖപ്പെടുത്തേണ്ടതാണ്. കൂടാതെ ഓരോ നിർദ്ദേശത്തെയും സംബന്ധിച്ച് അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വസ്തുത സൂപ്രണ്ടിന് ഉചിതമെന്ന് തോന്നുന്ന നിരീക്ഷണങ്ങളോടുകൂടി എന്ത് ചെയ്യണം, അതിനകത്ത് ഒരു എൻട്രി ഉണ്ടാക്കി അതിനകത്ത് സൂപ്രണ്ടിന് ഒരു എൻട്രി ഉണ്ടാകും. സൂപ്രണ്ട് എന്തൊക്കെ അതിൽ പാലിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് കാണിക്കണമെന്ന് പറയും. ഇനി പ്രിസൺ ആശുപത്രി നമ്മൾ പറഞ്ഞു മെഡിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത്, പ്രിസൺ ആശുപത്രി എന്ന് പറയുന്നത്, പ്രിസൺ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ നോക്കൂ, എല്ലാ സെൻട്രൽ പ്രിസണിലും ഓപ്പൺ പ്രിസണിലും എല്ലാ സെൻട്രൽ ജയിലിലായിക്കോട്ടെ, സെൻട്രൽ പ്രിസൺ എന്ന് പറയാം, ജയിലെന്ന് പറയാൻ പാടില്ലല്ലോ, എല്ലാ സെൻട്രൽ പ്രിസണിലും ഓപ്പൺ പ്രിസണിലും എന്ത് ചെയ്യണം, രോഗികളായ തടവുകാരെ പ്രവേശിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായി മെഡിക്കൽ ഓഫീസർമാരും പാരാമെഡിക്കൽ ഓഫീസർമാരും ഭരണനിർവഹണം നടത്താൻ ഒരു ജയിൽ ആശുപത്രി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർക്കായിക്കോട്ടെ പാരാമെഡിക്കൽ ഓഫീസർ ആയിക്കോട്ടെ അവർക്കൊക്കെ ഭരണം നിർവഹിക്കാനായിട്ട് എന്ത് വേണം, ഒരു ജയിൽ ആശുപത്രി വേണം. അപ്പോൾ ജയിലിൽ സ്വന്തമായിട്ട് ഒരു ആശുപത്രി വേണം എന്ന് പറയുന്നു. ആശുപത്രിയിൽ കിടത്തി ചികിത്സ സൗകര്യവും ക്ലിനിക്കൽ പരിശോധനകളുടെ സൗകര്യവും ഉണ്ടാവണം. ഇപ്പോൾ പെട്ടെന്ന് ഒരാളുടെ BP ലോ ആയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്കൊരു സർജറി വേണ്ടി വന്നാൽ, ചെറിയ സർജറികളൊക്കെ ആണെങ്കിൽ ഈ ആശുപത്രിയിൽ ചെയ്യാമെന്ന രീതിയിലാണ്. ഇനി കൂടുതലായിട്ടുള്ള ചികിത്സ വേണമെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്ത് വിടും എന്നറിയുക. അപ്പോൾ എല്ലാ പ്രിസണിലും പ്രത്യേകിച്ച് സെൻട്രൽ പ്രിസണിലായിക്കോട്ടെ ഓപ്പൺ പ്രിസണിലായിക്കോട്ടെ എന്ത് വേണമെന്ന് പറയുന്നു, ഒരു പ്രിസൺ ആശുപത്രി വേണമെന്ന് പറയുന്നു. ഇനി സെക്ഷൻ 61 തടവുകാരനെ പ്രത്യേക ചികിത്സയ്ക്കായി പുറത്തുള്ള ആശുപത്രിയിലേക്കോ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ അയക്കാനുള്ള സൂപ്രണ്ടിന്റെ അധികാരം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഈ തടവുകാരന് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ തടവുകാരനെ പ്രത്യേക ചികിത്സയ്ക്കായി പുറത്തുള്ള ആശുപത്രിയിലേക്കോ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ അയക്കാനുള്ള സൂപ്രണ്ടിന്റെ അധികാരമാണ്. എന്തധികാരം? ഒന്ന്, മെഡിക്കൽ ഓഫീസറുടെ ഉപദേശപ്രകാരം ഒരു തടവുകാരന്, അപ്പോൾ ഈ മെഡിക്കൽ ഓഫീസറുടെ ഉപദേശപ്രകാരം ഒരു തടവുകാരൻ എന്ത് ചെയ്യാം, ജയിലിന് പുറത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലോ, അപ്പോൾ എന്താണ്, ഈ ജയിലിൻ്റെ പുറത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലോ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ, സർക്കാർ ആശുപത്രിയിലായിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലായിക്കോട്ടെ പ്രത്യേക ചികിത്സ ആവശ്യമാണെന്ന് സൂപ്രണ്ടിന് അഭിപ്രായമുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടിന് ഇവിടുത്തെ ജയിൽ ആശുപത്രിയിൽ ഇവിടെ ഉള്ള ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ തോന്നി എന്താണെന്ന്, ഇയാളെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണം, ഇയാളെ മറ്റൊരാശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായിട്ട് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർ റെഫർ ചെയ്യുന്ന അത്തരം സർക്കാർ ആശുപത്രിയിലേക്കോ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ അയക്കാനുള്ള സൂപ്രണ്ടിന്റെ അധികാരമാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു ആശുപത്രിയിലേക്ക്, പുറത്തുള്ള ആശുപത്രി, ജയിൽ ആശുപത്രി വിട്ട് പുറത്തുള്ള ആശുപത്രിയിലേക്ക് എന്ത് ചെയ്യാം, ഇയാളെ റെഫർ ചെയ്ത് വിടാം എന്ന് പറയുന്നുണ്ട്. ഇനി സെക്ഷൻ 15 തടവുകാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പരിപാടികൾ. തടവുകാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പരിപാടികളിൽ പ്രധാനമാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ 62. സെക്ഷൻ 62
തടവുകാർക്ക് ക്ഷേമ പരിപാടികളുണ്ട്. അതിൽ പ്രധാനമാണ് വിദ്യാഭ്യാസ സൗകര്യം. നോക്കൂ, നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന എല്ലാ പ്രിസണുകളിലും അർഹരായ തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് മതിയായ സൗകര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന എല്ലാ പ്രിസണുകളിലും അർഹരായ തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് മതിയായ സൗകര്യം ഉണ്ടാവണം. അർഹരായ തടവുകാർക്ക് എന്ത് ചെയ്യണം? മതിയായ സൗകര്യം ഉണ്ടാകണം. തടവുകാരുടെ ആത്യന്തികമായ സാമൂഹിക പുനരധിവാസം എന്ന ലക്ഷ്യത്തോടെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതാണ്. അപ്പോൾ ഈ തടവുകാർക്ക് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. പ്രിസണുകളിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ആണ് എന്താണ്? ഒന്ന്, അപ്പോൾ തടവുകാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് 62. ഏതിൽ 62? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ടിലെ 62ാമത്തെ സെക്ഷൻ എന്നറിയുക. 62ാമത്തെ സെക്ഷൻ. 62ാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്? നിരക്ഷരരായ അന്തേവാസികൾക്ക് വായനയിലും എഴുത്തിലും അതുപോലെ ഗണിതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളും പഠിപ്പിക്കുക. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത തടവുകാരുണ്ടല്ലോ, അവരെ വായനയിൽ കൊണ്ടുവരെ വായിക്കാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഗണിതം, കണക്കിൻ്റെ ബേസിക്സ് അത് പഠിപ്പിക്കുക, കൂട്ടുക, കുറയ്ക്കുക തുടങ്ങിയതും കുറഞ്ഞത് ഒരു നിശ്ചിത തലം വരെയെങ്കിലും വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം നൽകുക. ഒരു നിശ്ചിത സമയം വരെയെങ്കിലും വിദ്യാഭ്യാസം നേടാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്നിവിടെ പറയുന്നുണ്ട്. ഒന്ന്. അടുത്തത്, സാക്ഷരരായ അന്തേവാസികളെ മെട്രിക്കുലേഷൻ തലം വരെ വിദ്യാഭ്യാസ നിലവാരം നേടാൻ പ്രാപ്തരാക്കും. ഇനി സാക്ഷരരായവരെ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം ഉള്ളവരെ എന്ത് ചെയ്യണം? അടുത്ത ലെവലിലേക്ക് പഠിക്കുക, മെട്രിക്കുലേഷൻ ലെവൽ വരെ പഠിപ്പിക്കുക. ബേസിക് ഉണ്ടെങ്കിൽ ബേസിക്സ് ഉള്ളവർക്ക് അടുത്ത തലം വരെ പഠിപ്പിക്കുക. ഇനി മെട്രിക്കുലേഷൻ പാസ്സായവർക്ക് വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി വിദൂര വിദ്യാഭ്യാസ പരിപാടി, അതായത് സ്കൂളിലോ കോളേജിലോ ഒന്നും വിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം? ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം വിപുലീകരിക്കുക. അപ്പോൾ പറഞ്ഞ എന്താണ്? ആദ്യം ഒന്നും അറിയാത്തവർക്ക് ബേസിക്സ് കൊടുക്കുക. അടുത്ത് സാക്ഷരരായ അന്തേവാസികളെ മെട്രിക്കുലേഷൻ തലം വരെ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ നിലവാരം നേടാൻ പ്രാപ്തരാക്കണം. അതുപോലെ മെട്രിക്കുലേഷൻ പാസ്സായവർക്ക് വിദൂര വിദ്യാഭ്യാസ പരിപാടികളിലൂടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം വിപുലീകരിക്കുക. അതുപോലെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, അവർക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കുക. അതുപോലെ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുക, യോഗ തുടങ്ങിയവയിലൂടെയും അവയുടെ പരിശീലനത്തിലൂടെയും മെച്ചപ്പെട്ട ശാരീരിക മാനസികമായ ആരോഗ്യം സാധ്യമാക്കുക. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും മെട്രിക്കുലേഷൻ തരത്തിലുള്ള പഠനം, അടുത്ത വിദ്യാഭ്യാസം, എല്ലാ കാര്യത്തെക്കുറിച്ചും എന്ത് ചെയ്യുക? അവർക്കൊരു അവബോധം കൊടുക്കുക എന്ന് പറയുന്നു. അതുപോലെ അധ്യയനം, ധ്യാനം, സാമൂഹിക പ്രാർത്ഥനകൾ, സദാചാര സാൻമാർഗിക മൂല്യമുള്ള പുസ്തക വായന, ആത്മീയത തുടങ്ങിയവയൊക്കെ അവരുടെ ലെവലിൽ കൊണ്ടുവരിക. അപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരാൾ ഇങ്ങനെ ക്രിമിനൽ ആകാൻ കാരണം അല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ കാരണം അവരുടെ ജീവിത സാഹചര്യമായിരിക്കും. അപ്പോൾ അത് എങ്ങനെ അവരെത്തിച്ചേർന്നു, അല്ലെങ്കിൽ അത് എത്തിച്ചേരാനിരിക്കാൻ ഇനി എന്ത് ചെയ്യാം, ആ രീതിയിലുള്ള അവരുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൂടെ ഇവിടെ എന്ത് ചെയ്യുക? ചെയ്തു കൊടുക്കുക. അടുത്തത് പ്രിസൺ സ്കൂൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തൊക്കെയെക്കുറിച്ചാണ്? പെട്ടെന്ന് പറയൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇന്ന് 50ാമത്തെ സെക്ഷനാണ് പഠിച്ചത്. എന്താണ്? പ്രിസണിലെ സന്ദർശകർ എന്ന് പറയുന്നത്. അപ്പോൾ സന്ദർശകരുടെ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് ചെയ്ത് എന്താണ് പ്രിസണിൽ നിന്ന് വരുത്തേണ്ട മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ എഴുതി വെക്കണം അതിലെ ബുക്കിൽ. അത് ജയിൽ സൂപ്രണ്ട് പഠിച്ച് എന്ത് നടപടി എടുത്തു എന്നുള്ളത് DG അറിയിക്കണം. അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? 51 തടവുകാരുടെ തൊഴിലാണ്. അപ്പോൾ തടവുകാർക്ക്, കഠിന തടവുകാർക്ക് ഒരു തൊഴിലാണ്, തടവുകാർക്ക്, ലഘു തടവുകാർക്ക് മറ്റൊരു തൊഴിലാണ്. അതൊക്കെ അവിടെ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു തൊഴിൽ, പുരുഷന്മാർക്ക് ഒരു തൊഴിൽ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പറയുന്നത് ഈ തടവുകാരുടെ ആരോഗ്യത്തെയും വ്യക്തി ശുചിത്വത്തെയും കുറിച്ച് പറയുമ്പോൾ അവിടെ 58ാമത്തെ സെക്ഷനാണ് രോഗികൾക്ക് എന്ത് വൈദ്യസഹായം. ഒരാൾക്ക് അസുഖമാണെന്ന് പറയുകയാണെങ്കിൽ, രോഗി എന്ന് പറയുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. ജയിൽ സൂപ്രണ്ട് അത് ആരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും? മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഇനി മെഡിക്കൽ ഓഫീസർമാരുടെ നിർദ്ദേശങ്ങളുടെ രേഖ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർമാർ അയാൾക്ക് മരുന്നോ മറ്റോ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ?
ക്ലിയർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരു ഉൾക്കുറിപ്പിൽ രേഖപ്പെടുത്തണം. പ്രിസൺ ആശുപത്രി, പ്രിസണിൽ ഒരു ആശുപത്രി വേണമെന്ന് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും ഒരു ആശുപത്രി വേണം. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു രോഗിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ കിടത്തി ചികിത്സ ഉൾപ്പെടെ സൗകര്യമുള്ളൊരു ആശുപത്രി വേണമെന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിൽ എന്ത് പാർപ്പിക്കാം, ചികിത്സ കൊടുക്കാം. ഇനി പുറത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്കോ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ അയക്കാനാണെങ്കിൽ അതിനും സൂപ്രണ്ടിന് അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി 15ാമത്തെ അധ്യായം തടവുകാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പരിപാടിയിൽ ഏറ്റവും പ്രധാനമാണ്. 62ാമത്തെ സെക്ഷനിൽ പറയുന്നത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. ഏറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. ഈ വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ ഒന്നാണ് ഈ നിർദ്ദേശിക്കപ്പെട്ടേക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പം അക്ഷരം ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ആ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തറിയേണ്ടതെന്നാണ്, ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ അതും അറിഞ്ഞൂടാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാം, അതുള്ള വ്യക്തിക്ക് അടുത്ത മെട്രിക്കുലേഷൻ ലെവൽ വരെ പഠിപ്പിക്കാം. ഇനി മെട്രിക്കുലേഷൻ വരെ ഉള്ളവർക്ക് അടുത്ത ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വഴി, അടുത്ത് വിദൂര വിദ്യാഭ്യാസം വഴി അടുത്ത് കൊണ്ടുപോകാം. ആരോഗ്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സാൻമാർഗിക ചിന്തകളെക്കുറിച്ചും ഒക്കെ അവരെ അറിയിക്കണം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പ്രിസൺ സ്കൂളിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്തൊരു സ്കൂൾ വേണമെന്ന് പറയുന്നത് അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, എല്ലാ സെൻട്രൽ ജയിലിലും, സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ പ്രിസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ പ്രിസൺസ്, 6 മാസത്തിന് മുകളിൽ തടവ് കിട്ടുന്ന എല്ലാ തടവുകാരെയും, അതുപോലെ ക്രിമിനൽ തടവുകാരെയും, അതുപോലെ തന്നെ കുറ്റം ചെയ്ത് ശിക്ഷിച്ചവരെയൊക്കെ പാർപ്പിക്കുന്നതാണ് പ്രിസണുകൾ. അപ്പോൾ അത് 6 മാസത്തിന് എബോവ് ആണെങ്കിൽ സെൻട്രൽ പ്രിസൺ. എത്ര സെൻട്രൽ പ്രിസൺ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 4 സെൻട്രൽ പ്രിസണാണുള്ളത്. അതിൽ 1, 2, 3, 4 നമുക്കറിയാം. ആദ്യത്തെ സെൻട്രൽ ജയിൽ എന്ന് ചോദിച്ചാൽ 1869 ഏതാണെന്ന് പറയൂ, കമൻറ്റ് ചെയ്തു. 1869 ഏത് ജയിലാണെന്ന് പറയൂ. അത് കണ്ണൂരാണെന്നറിയാം. കണ്ണൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ പള്ളിക്കുന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത് 1886 പൂജപ്പുരയാണെന്നറിയണം. അടുത്ത സെൻട്രൽ ജയിൽ പൂജപ്പുരയാണെന്നറിയുക. മൂന്നാമത്തെ സെൻട്രൽ ജയിലാണ് നമുക്കറിയാം വിയ്യൂരാണ്. 1914 വിയ്യൂരാണെന്നറിയണം, വിയ്യൂര്. നാലാമത്തതാണ് 2022 തവനൂരാണ്, മലപ്പുറം. അതുപോലെ തന്നെ കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന സെൻട്രൽ പ്രിസൺ ആണ് ഏത്? തവനൂർ എന്നറിയുക, മലപ്പുറം ജില്ല എന്നറിയുക. തവനൂർ, മലപ്പുറം ജില്ല. ഓക്കെ, അപ്പോൾ അതത്രയും അവിടെ അറിയണം. അപ്പോൾ അങ്ങനെയാണ് പ്രിസൺ ജയിലുകളിൽ വരുമ്പോൾ സെൻട്രൽ ജയിലിലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ജയിലുകളിലും അന്തേവാസികൾക്ക് പ്രാഥമിക തലം വരെ വിദ്യാഭ്യാസം നൽകാനായിട്ട് ഒരു സ്കൂൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ആവശ്യകതകൾക്കനുസരിച്ച് ഉയർന്ന തലങ്ങളിലുള്ള ക്ലാസ്സുകളും ക്രമീകരിക്കാം. അപ്പോൾ സ്കൂൾ വേണം, അതിൽ ഉയർന്ന തലത്തിലുള്ള എന്തും വേണം, ക്ലാസ്സുകളും ക്രമീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി നഴ്സറി സ്കൂളും ക്രഷും. നമുക്കറിയാം ഇതിനകത്ത് വനിതാ തടവുകാരെ പാർപ്പിക്കാറുണ്ട്. വനിതാ തടവുകാരുടെ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയും ഇതിനകത്ത് പാർപ്പിക്കാം അല്ലേ. 6 വയസ്സ് വരെ വനിതാ തടവുകാരോടൊപ്പം അവരുടെ കുട്ടികളെയും, വേറെ ആരും നോക്കാനില്ലാത്ത കുട്ടികളെയും പാർപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, എല്ലാ വനിതാ ജയിലിലും ശിക്ഷിക്കപ്പെട്ട വനിതാ തടവുകാരുടെ 6 വയസ്സ് വരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി അവർ ജയിലിൽ അമ്മമാരോടൊപ്പം താമസിക്കുമ്പോൾ ഒരു നഴ്സറി സ്കൂളും സൗകര്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ 64 എന്ന് പറയുന്നത് മറക്കരുത്. എന്താണ് നഴ്സറി സ്കൂളും ക്രഷും? എല്ലാ വനിതാ ജയിലിലും ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ കുട്ടികൾക്കായിട്ട്, എത്ര വയസ്സുള്ള കുട്ടി? 6 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്കായി എന്ത് ചെയ്യണം? അവർ ജയിലിൽ അമ്മമാരോടൊപ്പം താമസിക്കുമ്പോൾ ഒരു നഴ്സറി സ്കൂൾ സൗകര്യവും അവിടെ ഉണ്ടാകണം. ജയിൽ ലൈബ്രറി, അപ്പോൾ എല്ലാ സൗകര്യമായി, സ്കൂളായി, ആശുപത്രിയായി, അതുപോലെ കുട്ടികൾക്കായി നഴ്സറി സ്കൂള്. ഇനി ജയിൽ ലൈബ്രറിയാണ് പറയുന്നത്. ജയിൽ ലൈബ്രറി എന്താണ്? എല്ലാ സെൻട്രൽ ജയിലിലും ഓപ്പൺ ജയിലുകളിൽ ആരെയാണ് പാർപ്പിക്കുന്നത്? തുറന്ന ജയിലുകളിൽ നല്ല സ്വഭാവമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് ഏത്? ഓപ്പൺ പ്രിസണുകൾ എന്ന് പറയുന്നത്. ഓപ്പൺ ജയിലുകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പൺ പ്രിസണുകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് ഏതാണ്? തുറന്ന ജയിൽ നെട്ടുകാൽത്തേരിയാണ്, 1962 അല്ലേ. അതുപോലെ ചീമേനിയുണ്ട് കാസർഗോഡ്, 2007. പിന്നെ വനിതകൾക്കായിട്ടുള്ള തുറന്ന ജയിൽ 2013 പൂജപ്പുര. ഇത് 3 തുറന്ന ജയിലുകളാണ്. കേരളത്തിലെ 3 തുറന്ന ജയിലുകളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകളില്ലാത്ത ജയിലുകളാണ് തുറന്ന ജയിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വനിതാ ജയിലുകളിലും അന്തേവാസികളുടെ ബൗദ്ധിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവരുടെ പരിഷ്കരണത്തിനുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജയിൽ ലൈബ്രറി ഉണ്ടാകണം. അപ്പോൾ ജയിൽ ലൈബ്രറി ഉണ്ടാകണം. സെൻട്രൽ ജയിലിലും ഓപ്പൺ ജയിലുകളിലും ഈ പറഞ്ഞ വനിതാ ജയിലുകളിലൊക്കെ അവർക്ക് അവരുടെ ബൗദ്ധിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് വായിക്കാനായിട്ട് എന്ത് ചെയ്യണം? ജയിൽ ലൈബ്രറി ആവശ്യമാണ്. അതുപോലെ മതപരവും സാൻമാർഗികവുമായ ബോധനം എന്ന് പറഞ്ഞു. ഇപ്പോൾ പലതരത്തിലുള്ള ഇഷ്ടമുള്ള മതം നമുക്ക് സ്വീകരിക്കാൻ ആർക്കും മാറ്റാൻ പറ്റില്ല, ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, മതപരവും ധാർമ്മികവുമായ അറിവുകൾ നൽകുന്നതിനായി എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള വിശ്വസ്തരും പ്രശസ്തരുമായ വ്യക്തികളിലൂടെ അവർക്ക്
മതപരവും ധാർമ്മികവുമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് മതപരവും ധാർമ്മികവുമായ നിർദ്ദേശം നൽകേണ്ടതാണ്. മാത്രമല്ല ഡയറക്ടർ ജനറൽ ഇതിനായി അംഗീകരിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തടവുകാർക്കും മതപരവും ധാർമ്മികവും നിർദ്ദേശം നൽകാൻ അനുമതി നൽകണം. അപ്പോൾ കൃത്യമായിട്ട് പറയണം, മതപരവും ധാർമ്മികവുമായ അറിവുകൾ നൽകാനായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. എന്താണ് ഈ മതപരമായിട്ടുള്ള ഏത് മതവും സ്വീകരിക്കാം. പക്ഷെ അതിനായിട്ട് ജയിലുകളിൽ ഇപ്പോൾ നമ്മൾ പല സ്കൂളുകളിലും പോകുമ്പോൾ ക്രിസ്ത്യൻ സ്കൂളുണ്ട്, ഹിന്ദു സ്കൂളുണ്ട് ഒക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെയും ഈ സ്കൂളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ തടവുകാർക്ക് പലതരത്തിലുള്ള മതപരമായിട്ട് എന്ത് ചെയ്യാം, അതാണ്ട് ഇവിടെ കണ്ടോ സാംസ്കാരികവും വിനോദപരവുമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഇപ്പോൾ എല്ലാ മതത്തിൻ്റെയും പരിപാടികൾ സംഘടിപ്പിക്കും. വിശ്വസ്തരായ സന്നദ്ധ ഏജൻസികളുടെയും സർക്കാരിതര സംഘടനകളുടെയും സേവനങ്ങൾ പ്രയോജനപ്പെടുത്തും. തടവുകാരുടെ മനസ്സിനെ ഒന്ന് സെറ്റാക്കാൻ അല്ലെങ്കിൽ ശരിയാക്കാനായിട്ട് അവരുടെ സേവനങ്ങൾ ഉപയോഗിക്കും. അത്തരം ക്ഷേമ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് വെൽഫെയർ ഓഫീസറുടെ ഉത്തരവാദിത്വം. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമ ഉദ്യോഗസ്ഥൻ. അപ്പോൾ തടവുകാരുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ഇപ്പം ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം, അത് ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, സിഖ് മതം ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, പ്രസംഗിപ്പിക്കുന്നു. ഇവരുടെ മാനസികമായിട്ട് അവരെ റെഡിയാക്കും. ഇനിയും സെക്ഷൻ 67 സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കലും വിട്ടയക്കുന്നതിന് മുൻപായുള്ള പരിപാടി. ഇനി ഒരാളിനെ വിട്ടയക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും കാലം ജയിലിൽ കിടത്തിയിരുന്നത് എന്തിനാണ്? അവരുടെ സ്വഭാവം മാറ്റി പുതിയൊരു മനുഷ്യനായി അവരെ വിട്ടയക്കാനാണ് വേണ്ടത്. ഇനി പുറത്തിറങ്ങിയിട്ടും ക്രിമിനലായി തന്നെ പുറത്തിറക്കുന്നതെങ്കിൽ പിന്നെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സ്വഭാവ ദൂഷ്യം നീക്കലും വിട്ടയക്കുന്നതിന് മുമ്പുള്ള പരിപാടികളുമാണ്. അപ്പോൾ ആദ്യം ഗവൺമെൻറ്റും ഡയറക്ടർ ജനറലും തടവുകാരുടെ സ്വഭാവ ദൂഷ്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും പരിപാടികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. അപ്പം മറക്കരുത്, ഗവൺമെൻറ്റും ഡയറക്ടർ ജനറലും, ഡയറക്ടർ ജനറലാണ് ജയിലിൻ്റെ ഹെഡാണ്, ഡയറക്ടർ ജനറലും തടവുകാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി, തടവുകാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് നടപടികൾ സ്വീകരിക്കണം. പരിപാടികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും വേണം. അതിനുള്ള പരിപാടികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നിവിടെ പറയുന്നുണ്ട്. ഏതാണ്? സെക്ഷൻ 67. സെക്ഷൻ 67 മറക്കരുത്, സ്വഭാവ ദൂഷ്യം നീക്കം ചെയ്യാനും വിട്ടയക്കുന്നതിന് മുമ്പുള്ള പരിപാടികളുമാണ് പറയുന്നത്. മറക്കരുത്, ഗവൺമെൻറ്റും ഡയറക്ടർ ജനറലും എന്ത് ചെയ്യണം, തടവുകാരുടെ സ്വഭാവം നീക്കം ചെയ്യാനുള്ള പരിപാടികളൊക്കെ അവിടെ കൊണ്ടുവരണം. ഇനി 3 വർഷത്തിൽ കൂടുതൽ തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ പ്രയോജനത്തിനായി അവരുടെ ആത്യന്തികമായ സാമൂഹിക പുനരധിവാസം എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ജയിലുകളിൽ നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന രീതിയിൽ അനുയോജ്യമായ മോചനപൂർവ്വ മുമ്പുള്ള പരിപാടികൾ കൊണ്ടുവരണം. മോചനപൂർവ്വ മുമ്പുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മോചനപൂർവ്വ മുമ്പുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ വിടുന്നതിന് മുമ്പുള്ള, വിട്ടയക്കുന്നതിന് മുമ്പുള്ള പരിപാടികൾ. അവരുടെ വിട്ടയക്കും മുമ്പ് നിങ്ങൾ ഇനി ഇറങ്ങിയിട്ട് നിങ്ങളൊരു തടവുകാരനായിട്ടുള്ള, മാനസികമായിട്ട് നിങ്ങളൊരു തടവുകാരനായിട്ട് ഇറങ്ങരുത്. നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്ന് കരുതണ്ട എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ പറഞ്ഞ് അയാളുടെ മനസ്സിനെ സെറ്റാക്കാം. അതുപോലെ 68ാമത്തെ സെക്ഷനാണ് കേട്ടോ. 68ാമത്തെ സെക്ഷനാണ് വിനോദങ്ങളും കായിക പ്രവർത്തനങ്ങളും. എന്ത് ചെയ്യാം? വിനോദങ്ങളും കായിക പ്രവർത്തനങ്ങളും സൂപ്രണ്ട് കീഴുദ്യോഗസ്ഥരുടെ സഹായത്തോടെ പ്രസന്നകളിലെ അന്തേവാസികളുടെ പ്രയോജനത്തിനായി പതിവായ വിനോദ കായിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് അതിനകത്തുള്ള വിനോദ പരിപാടികൾ സൂപ്രണ്ട് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള തടവുകാരുടെ മെച്ചത്തിനായിട്ട് എന്ത് ചെയ്യണം, വിനോദ പരിപാടികളൊക്കെ കൊണ്ടുവരണം. മനസ്സിലായ? വിനോദങ്ങളും മറ്റു കായിക പ്രവർത്തനങ്ങളും കൊണ്ടുവരണം എന്ന് പറയുന്നു. ലാസ്റ്റ്, പ്രിസൺ വിട്ടതിന് ശേഷമുള്ള പരിചരണം. അവിടെ അറിയണം, ഗവൺമെൻറ് തടവുകാർക്ക് ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവരുടെ സാമ്പത്തികവും സാമൂഹികമായ പുനരധിവാസത്തിന് സഹായം നൽകണം. വിടുന്നതിന് മുമ്പ് അവരെ മൊത്തത്തിൽ സഹായിക്കണം. അത്തരം സഹായത്തിനായിട്ട് എന്ത് ചെയ്യണം, മാനദണ്ഡങ്ങൾ പണം നൽകി എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. വേറെ ഒന്നുമില്ല, ഇത്രയും ഓർത്താൽ മതി. പ്രിസൺ വിട്ടതിന് ശേഷം അവരുടെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ എന്നറിയുന്നതിനായിട്ട് എന്ത് ചെയ്യണം, ആ രീതിയിലുള്ള സഹായമൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ് എന്നറിയണം, ഗവൺമെൻറ്റിനാണെന്നറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. ഇത്രയുമാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സെക്ഷൻ 50 മുതൽ ഏകദേശം 69 വരെയുള്ള സെക്ഷൻസ് പഠിച്ചു. 69 വരെയുള്ള സെക്ഷൻസ് പഠിച്ചു. അപ്പോൾ ഇതിൽ വളരെ അങ്ങനെ കാണാതെ നിങ്ങൾ പഠിക്കാനൊന്നുമില്ല കേട്ടോ. ബേസിക് ആയിട്ട്, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ബേസിക്, അത് എന്തൊക്കെ പറഞ്ഞു? സന്ദർശകരുടെ കാര്യം പറഞ്ഞു, പ്രിസണിൽ ഒരു ആശുപത്രി വേണം, പ്രിസണിൻ്റെ കീഴിൽ ഒരു സ്കൂൾ വേണം, 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പാർപ്പിക്കാനുള്ള ഒരു നഴ്സറി സ്കൂൾ വേണം, വനിതാ തടവുകാരോട് 6 വയസ്സ് വരെ പാർപ്പിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യവും സുരക്ഷയും വളരെ പ്രധാനമാണ്.
തൊഴിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു, അവരെ വിട്ടയക്കുമ്പോഴുള്ള പൂർവ്വ പരിപാടികൾ പറഞ്ഞു, അതുപോലെ തന്നെ ക്ഷേമ പരിപാടികൾ പറഞ്ഞു, അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ തുടങ്ങിയ കാര്യങ്ങൾ തടവുകാരുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞ സെക്ഷനുകളിൽ 69 വരെ പറഞ്ഞത്. ഇനി ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്രണ്ട് ആരെ അറിയിക്കണമെന്ന് പറഞ്ഞു, മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം. ഇനി പുറത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഹിസ്റ്ററി ടിക്കറ്റ് എന്ന ഒരു തടവുകാരനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ 6ാമത്തെ ക്ലാസ് ആണെന്ന്. ഈ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അടുത്ത ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. നമ്മൾ വരാൻ പോകുന്ന വലിയ സീരീസിലേക്കുള്ള തുടക്കം മാത്രമാണിത്. കൃത്യമായിട്ട് ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.